റോഡ് വക്കിലെ കുഞ്ഞു മുറുക്കാൻ കടകളിലും വൻകിട മോളുകളിലും ഒരേപോലെ കിട്ടുന്ന ബിസ്ക്കറ്റാണ് പാർലേജി. സുന്ദരിയായ ഓമനത്തം തുളുമ്പുന്ന കൊച്ചുകുഞ്ഞിന്റെ ചിത്രം പതിപ്പിച്ച പാർലേജിയുടെ കവർ പലർക്കും ഗൃഹാതുരമായ ഓർമ്മയാണ്. വിപണിയിലെത്തിയിട്ട് വർഷങ്ങളായെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ വിലയിലോ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിറ്റുപോകുന്ന ബ്രാൻഡ് ബിസ്ക്കറ്റും പാർലേജി തന്നെയാണ്. നേരത്തെ 5 രൂപ പാക്കറ്റിൽ 100 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 55 ഗ്രാമായി ചുരുങ്ങി. യൂറോപ്പിൽ സമ്പന്നരുടെ വീടുകളിൽ മാത്രം ചായയോടൊപ്പം കഴിക്കുന്ന ചെറു പലഹാരമായ ബിസ്ക്കറ്റ് തന്റെ നാട്ടിൽ എല്ലാ വീടുകളിലും എത്തിക്കണമെന്ന് ഗുജറാത്തിലെ ബിസിനസ്സുകാരനായ മോഹൻലാൽ ദയാൽ ചൌഹാന്റെ തീരുമാനമാണ് പാർലേജിയുടെ പിറവിക്ക് കാരണമായത്. അദ്ദേഹം പാർലേജി പുറത്തിറക്കിയപ്പോൾ ബിസ്ക്കറ്റ് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇന്ത്യക്കാർ. പക്ഷെ പിന്നീട് ഇന്ത്യക്കാർ പാർലേജിയെ ഏറ്റെടുത്തു. എന്നാൽ നമ്മുടെ നാട്ടിൽ വെറും 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കവർ പാർലേജി ബിസ്ക്കറ്റിന് ഗാസയിലെ ജനങ്ങൾ നൽകേണ്ടത് 2400 രൂപയാണ്. യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ഭാഗമായി കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിലാണ് ബിസ്ക്കറ്റിന് നമ്മുടെ നാട്ടിൽ ഈടാക്കുന്നതിന്റെ 500 ഇരട്ടി വില ഈടാക്കുന്നത്. ഗാസയിലെ മുഹമ്മദ് ജവാദ് എന്ന വ്യക്തി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. പോസ്റ്റിൽ ജവാദ് അവകാശപ്പെടുന്നത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർലെ കമ്പനിയുടെ ബിസ്ക്കറ്റ് ഗാസയിൽ വിൽക്കുന്നത് 24 യൂറോയിലും അധികം തുകയിലാണെന്നാണ്. ഏകദേശം 2342 രൂപ വരും ഇത്. തന്റെ മകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായതിനാൽ വില വർദ്ധിച്ചിട്ടും വാങ്ങിക്കൊടുക്കാത്തതായും ജവാദ് പറയുന്നു. ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് റഫിന് അവളുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് ലഭിച്ചു. വില 1.5 യൂറോയിൽ നിന്ന് 24 യൂറോയിലേക്ക് കുതിച്ചുയർന്നിട്ടും റഫിന് അവളുടെ പ്രിയപ്പെട്ട ട്രീറ്റ് നിഷേധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. 2023 ശേഷം ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വൻ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. തങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിലേക്കുള്ള ഭക്ഷ്യലഭ്യത കാര്യമായി കുറച്ചിരുന്നു. പലപ്പോഴും സമ്പൂർണ്ണ ഉപരോധത്തിന് സമാനമാണ് ഗാസയിലെ അവസ്ഥയെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാവശ്യ വസ്തുക്കളുമായി പരിമിതമായ എണ്ണം ട്രക്കുകൾ മാത്രമേ അതിർത്തി കടക്കാൻ ഇസ്രയേൽ സൈന്യം അനുവദിക്കുന്നുള്ളൂ. ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് നൽകാതെ ഹമാസ് പിടിച്ചെടുക്കുന്നുവെന്നും അതിനാൽ തങ്ങൾ ഭക്ഷ്യവിതരണം ഉൾപ്പെടെ പരിമിതപ്പെടുത്തുന്നുവെന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. ഗാസയിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യാനെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും അർഹതപ്പെട്ടവർക്ക് നൽകാതെ ഇല്ലാത്ത ക്ഷാമമുണ്ടാക്കി വൻവിലയ്ക്ക് മറിച്ചു വിൽക്കുകയുമാണ് ചെയ്യുന്നതെന്നുമാണ് ചില ഗാസ നിവാസികൾ പറയുന്നത്. ഓരോ പ്രദേശത്തെ അനുസരിച്ച് സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകും. എങ്കിലും 5 രൂപയുടെ ഒരു കവർ ബിസ്ക്കറ്റ് 2000 രൂപയിൽ കുറഞ്ഞ് എങ്ങുനിന്നും കിട്ടില്ലെന്നും അവർ പറയുന്നു. എക്സ്പോർട്ട് പാക്കറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പാക്കറ്റുകളിൽ വിലയെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. അതിനാൽ തോന്നിയ പോലെ വില ഈടാക്കാനും കഴിയും. ബിസ്ക്കറ്റിന് സമാനമാണ് മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില. ഗാസയിലെ മറ്റ് ആവശ്യ സാധനങ്ങളുടെ വില ഇങ്ങനെയാണ്. 1 കിലോ പഞ്ചസാര 4914 രൂപ, 1 ലിറ്റർ പാചക എണ്ണ 4177 രൂപ, 1 കിലോ ഉരുളക്കിഴങ്ങ് 1965 രൂപ, 1 കിലോ ഉള്ളി 4423 രൂപ, 1 കപ്പ് കാപ്പി 1800 രൂപ. ഗാസയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണെന്നാണ് റിപ്പോർട്ട്. ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന വളരെ കുറച്ച് ട്രക്കുകളാണ് ഗാസയിലേക്ക് എത്തുന്നത്. US, സ്വിറ്റ്സർലൻഡ്, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പിന്തുണ നൽകുന്ന ഒരു ഭക്ഷ്യവിതരണ സംവിധാനം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മെയ് 27 ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും കരിഞ്ചന്തകളും പൂഴ്ത്തിവെപ്പും ഗാസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.